You are listening to Kerala's number one FM, Love FM 94.3. ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. പ്രണയം നഷ്ടമാകുന്നത് എന്നൊരു ദുഃഖ, നമ്മുടെ ആണെങ്കിലും നമുക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ആണെങ്കിലും. കോളേജിൽ പഠിക്കുന്ന സമയത്തില്ലേ ഇതുപോലെ ഒരുപാട് പ്രണയത്തകർച്ച ഞാൻ കണ്ടിട്ടുണ്ട്. കൂട്ടത്തിലൊരാൾ ബ്രേക്കപ്പ് ആയാൽ പിന്നെ നമുക്കും വലിയ സങ്കട. ഇവളും അവളുടെ പാർട്ട്ണറും തമ്മിൽ വഴക്കുണ്ടാക്കി തുടങ്ങുമ്പോൾ മുതൽ നമുക്കും ടെൻഷൻ തുടങ്ങും. പിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ പൂർത്തിയായി. പിന്നെ അവളെ സമാധാനിപ്പിക്കാനായിട്ട് നടക്കണം. രണ്ടുപേരും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്നും പറയണ്ട, ആരെങ്കിലും ഒരാളുടെ സൈഡ് നമ്മൾ എടുക്കണം. ഇതിലും ആൺപെൺ വ്യത്യാസമുണ്ട് കേട്ടോ. പെൺകുട്ടികൾ ആദ്യത്തെ 3 മാസം ഭയങ്കര കരച്ചിലായിരിക്കും. എന്നാൽ ആ ഒരു 3 മാസം കരഞ്ഞു കഴിയുമ്പോഴത്തേനും വിഷമം കുറേ മാറിയിട്ട് they will move on. ആൺപിള്ളേർ അങ്ങനെയല്ല, അവർ ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ നടക്കും, വളരെ നോർമലായിട്ട് ബിഹേവ് ചെയ്യും. എന്നിട്ടെന്താ 3 മാസം കഴിയുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകും. കണ്ടു നിൽക്കുന്ന നമ്മളെയും ഇത് ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നേ. അറിയാതെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങില്ലേ, ചിന്തകൾ മാറിപ്പോവില്ലേ? ഉണ്ടെന്നാ അനുഭവസ്ഥർ പറയുന്നത്. എനിക്കും എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. കൂടെ ഞാനുണ്ടാവും 12 മണി വരെ. ടൺ കണക്കിന് ഫണ്ണും ടൺ കണക്കിന് ലവുമായി ക്ലബ് FM ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇതാ ചോദിച്ചേ, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായി. അപ്പോൾ അവളെ പ്രണയിക്കാൻ വേണ്ടിയിട്ട് അവൻ കുറേ സ്ട്രാറ്റജിയൊക്കെ യൂസ് ചെയ്തായിരുന്നു. എൻ്റെ വേറൊരു ഫ്രണ്ട് ഇപ്പം ഇതേ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പോവാ. അവൻ പറയുന്നത് മറ്റവൻ ഇങ്ങനെ പ്രണയിച്ച പെൺകുട്ടിയെ വീഴ്ത്തി ഞാനും അതേ സ്ട്രാറ്റജിയിൽ ഇവളെ വീഴ്ത്തുന്നു. സംശയം ചോദിച്ചേക്കുന്നത് ഒരു പ്രണയത്തിലെ സ്ട്രാറ്റജി തന്നെ മറ്റേ പ്രണയത്തിൽ ആപ്ലിക്കബിൾ ആവുമെന്നാ. അതെ, ഇത് ശരിയാവണമെന്നില്ല കേട്ടോ. പ്രണയത്തിൽ ഒരു ബേസിക് സ്ട്രാറ്റജി ഉണ്ടെന്നൊക്കെ പറയും, പക്ഷെ ഒരാളുടെ സ്ട്രാറ്റജി ഒരിക്കലും മറ്റേ ആളുടെ കേസിൽ ആപ്ലിക്കബിൾ ആവത്തില്ല. ഒരാൾക്ക് അമൃത് ചിലപ്പോൾ മറ്റേയാൾക്ക് പോയിസൺ ആയിരിക്കാം. അതുപോലെ തന്നെ ഒരാളുടെ റിലേഷൻഷിപ്പ് വളരാനുള്ള ചില ഫാക്ടേഴ്സ്, അത് ചിലപ്പോൾ മറ്റേയാളുടെ റിലേഷൻഷിപ്പ് തകരാനുള്ള അല്ലെങ്കിൽ അതിൽ വിള്ളൽ വീഴ്ത്താനുള്ള ഒരു കാര്യമായിരിക്കാം. എപ്പോഴും ആ റിലേഷൻഷിപ്പ് നമ്മുടെ പേഴ്സണാലിറ്റിയും കൂടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കിഷ്ടമുള്ള ടൈപ്പ് ആളാവണമെന്നില്ല മറ്റേക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ആള്. എൻ്റെ ലവർ ബിഹേവ് ചെയ്യുന്നത് എനിക്കിഷ്ടമായിരിക്കും. ഇതേ ബിഹേവിയർ പക്ഷെ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടാവില്ല. അപ്പം നമ്മൾ ബ്ലൈൻഡായിട്ട് മറ്റേ ആളെ ഫോളോ ചെയ്യുന്നത് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ ശരിയാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ബന്ധം ബ്രേക്കപ്പ് ആയി എന്ന് വെച്ച് നമ്മുടെ ആവണമെന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ബന്ധം ബ്രേക്കപ്പ് ആയി എന്ന് വെച്ച് നമ്മുടെ ആവണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അത് നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നോ അതുപോലെ തന്നെ ഇരിക്കും, അല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. എൻ്റെ റീനുവിൻ്റെ കൂടെ ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM ലവ് ബൈറ്റ്സ് ആണ്. ഞാൻ റീനു, എന്റെ കൂടെ സതീഷും കൂടി വന്നിട്ടുണ്ട്. ഹായ് സതീഷ്. സതീഷ്, ഈ ഫ്രണ്ട്സിന്റെ പ്രണയമൊക്കെ തകർന്ന് കണ്ടിട്ടുണ്ടോ? ഓ, ചോദ്യം കേൾക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ ശരിക്കും. കണ്ടിട്ടുണ്ടോ? ഓ, അതൊരു സീൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്. എന്താ? എന്റെ ഫ്രണ്ട് തന്നെ ഇതുപോലെ പ്രേമം പൊളിഞ്ഞിട്ടേ അത്ര ടെൻഷൻ അടിച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങിയിട്ടത് 2-3 ദിവസം. പറഞ്ഞാൽ മനസ്സിലാവില്ല അത്. അപ്പം സതീഷിന് എന്താ ഫീൽ ചെയ്തേ? എനിക്ക് ഞാനും എന്റെ ഫ്രണ്ടല്ലേ, ഞാനും അവന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്തു. അത് കാരണം എനിക്ക് പേടിയാണ്, എന്റെ റിലേഷൻഷിപ്പ് പോലും തകർന്നു പോകുന്നുള്ളൊരു പേടി എനിക്കിപ്പോഴും ഉണ്ട്. ഏയ് ഇല്ല സതീഷ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളുടെ തകർന്നു എന്ന് വെച്ച് നമുക്കത് സംഭവിക്കണമെന്ന് ഒരിക്കലും ഇല്ല. ഇതുപോലെ ക്ലബ് FM ലവ് ബൈറ്റ്സിലൂടെ സംസാരിക്കണോ? എന്നാൽ 56070 ഒരു മെസ്സേജ് അയയ്ക്കുക. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM. എൻ്റെ റീനുവിൻ്റെ കൂടെ ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്.
മനോഹരമായ പ്രണയഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ റീനു. എൻ്റെ ഒരു കസിന് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ കയ്യിലിരിപ്പ് മഹാമോശമാണ്. ഞാൻ ആദ്യമേ കസിനോട് പറഞ്ഞു, പ്ലീസ് പ്രണയിക്കരുത്. അവൾ അനുസരിച്ചില്ല. പ്രണയിച്ച് ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റീനു, ഞാൻ ഇനി അവനെ പ്രണയിക്കണമെന്ന്. എൻ്റെ അമ്മ എന്നോട് 100 തവണ പറഞ്ഞു, മോളെ നീ അതിലിടപെടാൻ പോകരുത്, ഉത്തരം പറയരുതെന്ന്. എന്നാലും എൻ്റെ ശുദ്ധതയ്ക്ക് ഞാൻ അറിയാതെ അവളോട് പറഞ്ഞു, അവൻ്റെ കയ്യിലിരിപ്പ് മോശമാണ്, വേണ്ടാന്ന്. അവസാനം എന്തായി? അവളത് ചെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ആകെ പടക്കുളമായി. ഇതിൽ നിന്ന് ഞാനൊരു കാര്യം പഠിച്ചു, ആവശ്യത്തിൽ കൂടുതൽ വേറൊരാളുടെ കാര്യത്തിൽ ഇൻറ്റർഫിയർ ചെയ്യരുതെന്ന്. അതുതന്നെ ഞാൻ നിങ്ങളോടും പറയണേ. ഫ്രണ്ടായിക്കോട്ടെ, ബെസ്റ്റ് ഫ്രണ്ടായിക്കോട്ടെ, ഒരു പരിധി കൂടുതൽ ഒരിക്കലും അവരുടെ റിലേഷൻഷിപ്പിൽ ഇടപെടരുത്. ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അനാവശ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടും. എൻ്റെ അമ്മ പറഞ്ഞനുസരിച്ചായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇത് വരത്തില്ലായിരുന്നു. നിങ്ങൾ ഞാൻ പറയണമെങ്കിൽ അനുസരിക്കണം പ്ലീസ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇന്നിനെ കേൾക്കാൻ പറ്റില്ല, ഞാൻ പോവാ. നാളെ രാത്രി 10 മണിക്ക് തിരിച്ചു വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.